ഹലോ ഓൾ, വെൽക്കം ടു KS മെന്റർ. മഴക്കാലമൊക്കെ തുടങ്ങി, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പരീക്ഷയുടെ ചൂടും തുടങ്ങി അല്ലേ? അപ്പോൾ എക്സാം ഒക്കെ അടുക്കാറായി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടെത്തി മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനനുസരിച്ച് പോയാലേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ പരീക്ഷയിൽ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 2023 വർഷം വരെയുള്ള നോബൽ പുരസ്കാരങ്ങളാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2023 എല്ലാ നോബലുകളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നോക്കിയാലോ ആദ്യം എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ആർക്കാണ് ലഭിച്ചത്, എന്ത് കണ്ടെത്തലിനാണ് ലഭിച്ചത്, അതുപോലെ ഏത് വർഷമാണ് ലഭിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് നോബൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യം അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് 2023 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ്. ആർക്കൊക്കെയാണ്? പിയറി അഗസ്റ്റിനി, അതുപോലെ തന്നെ ഫ്രെഡറിക് ക്രോസ്, ആനി എൽ ഹുലിയർ, ഇവർക്കാണ് ഫിസിക്സിനുള്ള 2023 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പേര് ഫ്രെഡറിക് ക്രോസ്. അദ്ദേഹം ഓസ്ട്രിയ ഹംഗറിയിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഓസ്ട്രിയ ഹംഗറിയാണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഷയിലൊക്കെയുള്ള പേരായിരിക്കും, അതാണ് അങ്ങനെ പേരുകൾ. അപ്പോൾ എന്ത് കണ്ടെത്തലിനാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു നോബൽ പ്രൈസ്? അത് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ദാറ്റ് ജനറേറ്റ് ഓട്ടോസെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോൺ ഡൈനാമിക്സ് ഇൻ മാറ്റർ എന്നുള്ളതാണ് അവരുടെ ഒരു പഠന വിഷയം എന്ന് പറയുന്നത്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഓട്ടോ സെക്കൻഡ് പൾസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീമിനെ ഒരു ഗ്യാസ് മോളിക്യൂളിലേക്ക് അല്ലെങ്കിൽ ഗ്യാസിന്റെ ആറ്റത്തിനകത്തേക്ക് എന്താ പറയാ അടിക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ ഇലക്ട്രോണുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു എനർജി ഗെയിൻ കൊണ്ടാണ് ഈ പറയുന്ന ഓട്ടോ സെക്കൻഡ് പൾസസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. ഈ ഇന്റൻസ് ആയിട്ടുള്ള ലേസർ ബീം അടിക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന് ഉണ്ടാവുന്ന ആ ഒരു മാറ്റത്തിൽ നിന്നുമാണ് ഓട്ടോ സെക്കൻഡ് പൾസസ് ഉണ്ടാവുന്നത്. ഈ പറയുന്ന ഓട്ടോ സെക്കൻഡ് പൾസസിനെ കുറിച്ച് പഠനം നടത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനുള്ള കണ്ടെത്തലിനാണ് അവർക്ക് 2023 ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോ സെക്കൻഡ് പൾസസ് എന്നുള്ള ആ കീവേഡ് നോക്കി വെച്ചേക്കണേ. കാരണം നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് ഒരുപക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് മുഴുവനും നമുക്ക് പഠിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഈ ഓട്ടോ സെക്കൻഡ് പൾസസിലാണ് ഇവർ 3 പേരും എക്സ്പെരിമെന്റ് നടത്തുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഈ ഒരു കീവേഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതാണ് നമ്മുടെ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവരുടെ പേരുകൾ നോക്കുക, എന്താണ് അവര് സ്റ്റഡി നടത്തിയിട്ടുള്ള ആ ഒരു മേഖല എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് 2023 കെമിസ്ട്രിയിലുള്ള നോബൽ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ആർക്കൊക്കെയാണ്? മോങ്കി പവന്റി, ലൂയിസ് ബ്രൂസ്, അതുപോലെ അലക്സേ യെക്കിമോവ്, ഇവർക്കൊക്കെയാണ് കെമിസ്ട്രിയിലുള്ള നോബൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? മോങ്കി പവന്റി, ലൂയിസ് ബ്രൂസ്, അതുപോലെ അലക്സേ യെക്കിമോവ്, ഇവർക്കൊക്കെയാണ് കെമിസ്ട്രിയിലുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇവര് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഓക്കെ, ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഫോർ ദ ഡിസ്കവറി ആൻഡ് സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു നാനോ പാർട്ടിക്കിൾ ലെവലിലുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ പോലത്തെ ഒരു വസ്തുവാണ് നമ്മുടെ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡീപ്പായിട്ടുള്ള സ്റ്റഡിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. നമ്മുടെ ഓപ്ഷനകത്ത് നമ്മൾ ഈ ഒരു കീവേഡ് നോക്കിയാൽ മതി, അല്ലാതെ നമുക്ക് ഈ കൺസെപ്റ്റ് മുഴുവൻ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു കാര്യം നോക്കുക. അപ്പോൾ ക്വാണ്ടം ഡോട്ട്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് ഇവര് സ്റ്റഡി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആ ഒരു ഫീൽഡ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തത് എന്താണ്? നോബൽ പ്രൈസിൽ ഫിസിയോളജി ഓർ മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം, മെഡിസിനിലുള്ള നോബൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? കാത്ലിൻ കറിക്കോ, അതുപോലെ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ്. ഇവർക്ക് 2 പേർക്കുമായിട്ടാണ് മെഡിസിനിലുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അവരുടെ ഡിസ്കവറി എന്ന് പറയുന്നത്? ഫോർ ദ ഡിസ്കവറീസ് കൺസേണിംഗ് ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻ ദാറ്റ് എനേബിൾസ് ദ ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റീവ് mRNA വാക്സിൻസ് അഗെയിൻസ്റ്റ് COVID-19. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ എന്ന് പറയുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വർഷമാണ്. അപ്പൊ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മേഖലയിലും അതിനനുസരിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. അപ്പൊ 2023 ഈ പറയുന്ന നോബൽ പുരസ്കാരം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, അപ്പോ ഡിസ്കവറീസ് കൺസേണിംഗ് ന്യൂക്ലിയോസൈഡ് ബേസ് മോളിക്യൂൾ ബേസ് മോഡിഫിക്കേഷൻ ദാറ്റ് എനേബിൾഡ് ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റീവ് mRNA വാക്സിൻസ് അഗെയിൻസ്റ്റ് COVID-19. ഇവിടെ നമ്മൾ COVID-19 ബന്ധപ്പെട്ടതെന്ന് മാത്രം പഠിച്ചു വെക്കരുത്. അപ്പൊ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ എല്ലാം COVID-19 വരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ നമ്മൾ നോക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് എന്താ പറയാ, ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻ ആണ് mRNAയിൽ വരുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവര് ചെയ്തിട്ടുള്ളത് എന്താണ്, നമ്മുടെ ജീൻ ലെവലില്, ജീൻ അല്ലെങ്കിൽ DNA ലെവലിലുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ മെത്തേഡ് കണ്ടെത്തുക എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കണം mRNA ജീൻ ലെവൽ അല്ലെങ്കിൽ DNA ലെവലിലാണ് എന്ന് മനസ്സിലാക്കണം, ന്യൂക്ലിയോസൈഡ് ആണ് എന്നുള്ളത് ഇവിടെ നോക്കി വെച്ചേക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടാല് അത് അവരുടെ കണ്ടെത്തലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ. അടുത്ത ടോപ്പിക് നോക്കാം. അടുത്തായിട്ട് 2023 ലിറ്ററേച്ചറിലുള്ള നോബൽ പ്രൈസിനെ കുറിച്ചാണ്. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ജോൺ ഫോസെ. ജോൺ ഫോസെ ആണ് 2023 ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് നേടിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ റൈറ്റിംഗ് മേഖല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് പ്രോസ്. പ്ലേസും പ്രോസുമാണ്, ഗദ്യം പോലെയുള്ള പ്രോസ് ഒക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വിച്ച് ഗീവ് വോയിസ് ടു ദ അൺസേയബിൾ. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഒരുപാട് ആളുകളെ കുറിച്ച്, അവരുടെ ലൈഫിനെ കുറിച്ച് ഒക്കെ എഴുതിയിട്ടുള്ളതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിറ്ററേച്ചറിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, എ ഷൈനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ്. എ ഷൈനിങ് എന്ന് പറയുന്നത്. അതുപോലെ സെപ്റ്റോളജി അദ്ദേഹത്തിന്റെ ബുക്കാണ്. സെപ്റ്റോളജി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ജോൺ ഫോസെ. ഓക്കെ, അടുത്തത് ചോദിക്കാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ചാൻസ് ഉള്ള സംഭവമാണ്. എന്താണ്? നോബൽ പീസ് പ്രൈസ്. ഓക്കെ, സമാധാനത്തിലുള്ള നോബൽ. അത് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? 2023 നാർഗസ് മുഹമ്മദി ആണ്. നാർഗസ് മുഹമ്മദി. അപ്പൊ എന്താണ് അവര് ചെയ്തിട്ടുള്ള അവരുടെ ഒരു എന്താ പറയാ ആക്ടിവിറ്റി എന്ന് നോക്കാം. എന്താണ്? ഫോർ ഹർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഒപ്രഷൻ ഓഫ് വിമൻ ഇൻ ഇറാൻ ആൻഡ് ഹർ ഫൈറ്റ് ടു പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഫോർ ആൾ. അപ്പൊ എന്താണ്? ഇറാനിലുള്ള ലേഡീസിന്റെ ഒപ്രസീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനും അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ ആരാണ്? നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് 2023 ഒരു നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, പീസ് പ്രൈസ് ആണ് ഇവിടെ. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്തത് എക്കണോമിക്സിലാണ്. എക്കണോമിക് സയൻസിന് 2023 കൊടുത്തിട്ടുള്ള നോബൽ. അപ്പൊ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എക്കണോമിക്സ് നോബൽ? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ ആണ് 2023 നോബൽ നേടിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സ്റ്റഡി ഫീൽഡ് എന്താണ്, അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഫോർ ഹാവിംഗ് അഡ്വാൻസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ വിമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് നടത്തിയതിനാണ് അവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? 2023 നോബൽ പ്രൈസ് എക്കണോമിക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കീവേഡ് എന്താണ്? വിമൻസ് ലേബർ മാർക്കറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാല് വിമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കം ആണ് അവര് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോഡിയ ഗോൾഡിൻ എന്നുള്ളതാണ് പേര്. അപ്പൊ ഇന്ന് നമ്മള് നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്തു പോയി. ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും അവർക്ക് എന്ത് കണ്ടെത്തലിനാണ് ഏത് മേഖലയിലുള്ള പ്രവർത്തനത്തിനാണ് ലഭിച്ചതെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഏത് കീവേഡുകൾ നമ്മൾ പഠിച്ചു പോകണം എന്നും ഞാൻ പറഞ്ഞു പോയി. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുമായിട്ട് ഞങ്ങൾ വരും. ചാനലിൽ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഉണ്ട്, അതെല്ലാം എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.